قال الله تعالى في الكتاب العزيز الحكيم أعوذ بالله السميع العليم من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون واعتصموا بحبل الله جميعا ولا تفرقوا واذكروا نعمة الله عليكم إذ كنتم أعداء فألف بين قلوبكم فأصبحتم بنعمته إخوانا وكنتم على شفا حفرة من النار فأنقذكم منها كذلك يبين الله لكم آياته لعلكم تهتدون صدق الله العلي العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والعاقبة للمتقين والحمد لله رب العالمين. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളായ സഹോദരി സഹോദരന്മാരെ, പ്രപഞ്ചനാഥനായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ അതിലംഘിക്കാതെ വ്യക്തിജീവിതത്തെയും കുടുംബജീവിതത്തെയും സാമൂഹ്യ ജീവിതത്തെയും മുന്നോട്ട് നയിക്കണമെന്ന് ആദ്യമായി എന്നോടും പിന്നീട് നിങ്ങളെയും വസിയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. ജീവിതത്തിലുടനീളം അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമ നിർദ്ദേശങ്ങൾ അനുസരിച്ച് ജീവിക്കുവാനും അവസാനം പൂർണ്ണമായ ഈമാനോടുകൂടി ഈ ലോകത്ത് നിന്ന് വിട പറയുവാനും നാളെ അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ അംബിയാ മുർസലീങ്ങളോടൊപ്പം സന്തോഷം കഴിഞ്ഞുകൂടുവാനുമുള്ള തൗഫീഖ് നൽകി അർഹമുർ-റഹീമിനായ റബ്ബ് നമ്മെ എല്ലാവരെയും എല്ലാ അർത്ഥത്തിലും അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്കറിയാം, കഴിഞ്ഞ ഖുതുബയിൽ ഇന്ത്യയിലെ രാഷ്ട്രീയ സാമൂഹിക സാഹചര്യത്തെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞു വച്ചത്. രാമക്ഷേത്രത്തിൻ്റെ പ്രാണപ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട് അതിൻ്റെ മതവും അതിൻ്റെ രാഷ്ട്രീയവുമാണ് നമ്മൾ സൂചിപ്പിച്ചത്. ആ പ്രാണപ്രതിഷ്ഠ വളരെ ഗംഭീരമായി കഴിഞ്ഞതോടുകൂടി സംഘപരിവാറിൻ്റെ വാക്താക്കളും ആളുകളുമെല്ലാം വർദ്ധിതമായ ആവേശത്തിലാണുള്ളത്. കോഴിക്കൂട്ടിൽ നിന്ന് കോഴിയെ തുറന്നു വിട്ടതുപോലെ രാജ്യത്തുടനീളം നടന്ന് കോടതികളിൽ ഹർജി ഫയൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. രാജ്യത്തെ മസ്ജിദുകളുടെ കോമ്പൗണ്ട് ആർക്കിയോളജിക്കൽ സർവേ നടത്തണമെന്നും പല പള്ളികളിലും പൂജകൾക്ക് അനുവാദം നൽകണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് നാട് നീളെ നടന്ന് കോടതികളിൽ കേസ് കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. അലഹാബാദ് ഹൈക്കോടതി വളരെ രൂക്ഷമായി കഴിഞ്ഞ ദിവസം വിമർശിച്ചിരുന്നു. ഹിന്ദു വിഭാഗത്തിൻ്റെ ആളുകൾ തുടരെ ഓരോ ആവശ്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഹർജി കൊണ്ടുവന്നിരിക്കുകയാണ് എന്ന് പറഞ്ഞ് രൂക്ഷമായി വിമർശിച്ചിരുന്നു. ഗാൻവാബി പള്ളിയിൽ പൂജക്ക് അനുമതി കൊടുത്ത ആ സ്ഥലത്ത് 11 കിലോഗ്രാം തൂക്കമുള്ള മണി കെട്ടി തൂക്കാൻ വേണ്ടി അനുവാദം നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് തൊട്ടുടനെ കോടതിയിൽ അവർ ചെന്നിരുന്നു. അതുമാത്രമല്ല, താജ്മഹലിൽ എല്ലാ വർഷവും നടന്നുകൊണ്ടിരിക്കുന്ന ഷാജഹാൻ ചക്രവർത്തിയുമായി ബന്ധപ്പെട്ട ഉറൂസ് നിർത്തലാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഹിന്ദു മഹാസഭ കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. അതിനകം ആർക്കിയോളജിക്കൽ സർവേ നടത്തണമെന്ന് ഉടൻ ആവശ്യപ്പെടുമെന്നും ഹിന്ദു മഹാസഭ വ്യക്തമാക്കിയിരിക്കുകയാണ്. ന്യൂഡൽഹിയിലെ മെഹ്റോളി പരിസരത്ത് സ്ഥിതി ചെയ്യുന്ന നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കുത്തബ് മിനാറിൽ പൂജക്ക് അനുവാദം നൽകണമെന്ന് ആവശ്യപ്പെട്ട് കോടതിയെ സമീപിക്കുമെന്ന് ഗാൻവാബി മസ്ജിദിൽ പൂജക്ക് അനുവാദം നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കേസ് കൊടുത്ത് ആ അനുവാദം വാങ്ങിയെടുത്ത വിജയ് ശങ്കർ റസ്തോഗി എന്ന് പറയുന്ന മനുഷ്യൻ ഇപ്പോൾ പറയുന്നത് കുത്തബ് മിനാറിലും പൂജക്ക് അനുവാദം നൽകണം, അതിനുവേണ്ടി അതുമായി ബന്ധപ്പെട്ട് കോടതിയെ സമീപിച്ച് അതിൻ്റെ വ്യവഹാരങ്ങളുമായിട്ട് മുന്നോട്ട് പോകും എന്നാണ് പറയുന്നത്. ഇതിനിടയിലുണ്ടായ രസകരമായൊരു സംഗതി എന്താണെന്ന് ചോദിച്ചാൽ, യു പിയിലെ മൈൻപൂർ സ്വദേശിയായിട്ടുള്ള അജയ് പ്രതാപ് സിംഗ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ, അദ്ദേഹം ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയിൽ RTI അനുസരിച്ച് അന്വേഷണം
ഒരപേക്ഷ കൊടുത്തു. അത് മറ്റൊന്നുമല്ല, ഷാഹി ഈദ്ഗാഹ് മസ്ജിദുമായി ബന്ധപ്പെട്ട് ഒരന്വേഷണമാണ് അദ്ദേഹം നടത്തിയത്. അതിന് ആർക്കിയോളജിക്കൽ സർവേ കൊടുത്തിട്ടുള്ള ASI കൊടുത്തിട്ടുള്ള ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ കൊടുത്തിട്ടുള്ള മറുപടി, മധുരയിലെ കാശി ദേവക്ഷേത്രം പൊളിച്ചാണ് ഷാഹി ഈദ്ഗാഹ് മസ്ജിദ് ഉണ്ടാക്കിയിട്ട് ഉള്ളത് എന്ന് പറഞ്ഞുകൊണ്ടുള്ള മറുപടിയാണ് കൊടുത്തത്. നമ്മളൊന്ന് ആലോചിക്കണം. ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ കൊടുത്ത മറുപടി മധുരയിലെ കേശവദേവ് ക്ഷേത്രം തകർത്താണ് അവിടെ ഷാഹി ഈദ്ഗാഹ് മസ്ജിദ് നിർമ്മിച്ചിട്ടുള്ളത് എന്ന് പറയുമ്പോൾ, ഈ പറയുന്ന ആർക്കിയോളജിക്കൽ സർവേയാണ് പല കാര്യത്തിനും വേണ്ടി ഭരണകൂടവും കോടതികളും അവലംബിക്കുന്നത്. അപ്പൊ ഇവർ സർവേ നടത്തി വിവരം കൊടുത്താൽ എങ്ങനെയിരിക്കും, അതിന്റെ കോലം എന്തായിരിക്കും എന്ന് ഇതിനകത്ത് നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. എരിതിയിലേക്ക് എണ്ണൊഴിക്കുന്ന രൂപത്തിലുള്ള സർവേ റിപ്പോർട്ടുകളാണ് ഇവർ നൽകുന്നത്. ഗ്യാൻവാബി മസ്ജിദിലും പൂജക്ക് അനുവാദം കൊടുത്തിട്ടുള്ളത് ഈ സർവേ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ്. ഇവരെ ഒരു സർവേ ഏൽപ്പിച്ചാൽ ഇവരെന്തായിരിക്കും പറയാൻ പോവുക എന്ന് നമുക്ക് എല്ലാവർക്കും ഊഹിക്കാവുന്നതേ ഉള്ളൂ. അതെല്ലാം കഴിഞ്ഞ് കേരളത്തിലേക്ക് വന്നാൽ, കേരളത്തിൽ കഴിഞ്ഞ ദിവസം നമ്മളൊക്കെ കേട്ടിട്ടുണ്ടാകും, ഗുരുവായൂരിലെ പാലായൂർ ക്ഷേത്രം, പാലായൂർ പള്ളി, സെന്റ് തോമസ് ചർച്ചാണത്. അത് ശിവക്ഷേത്രമായിരുന്നു എന്ന് പറയുന്നത് ഹിന്ദു ഐക്യവേദിയുടെ RV ബാബുവാണ്. അദ്ദേഹം പറയുന്നത് മലയാറ്റൂർ പള്ളി എങ്ങനെ ഉണ്ടായതെന്ന് മലയാറ്റൂർ രാമകൃഷ്ണൻ കൃത്യമായി രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട്. അപ്പൊ മലയാറ്റൂരും പോയി. ഇങ്ങനെ നാട് നീളെ നടന്ന് ഓരോന്നും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതൊരു ഹോബിയായി മാറിയിരിക്കുകയാണ് സംഘപരിവാറിന്. പലപ്പോഴും കോടതികളാണെങ്കിൽ ഇനി ആരെങ്കിലും ഹർജിയുമായി വരുന്നുണ്ടോ എന്ന് കണ്ണിൽ എണ്ണ ഒഴിച്ച് നോക്കിയിരിക്കുന്ന ഒരു അവസ്ഥാവിശേഷമാണുള്ളത്. ഇതിലെല്ലാം ആർജവവും ഊർജവും നൽകിയത് രാമക്ഷേത്രത്തിലെ പ്രാണപ്രതിഷ്ഠയാണ് എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യം, നമ്മുടെ രാജ്യത്ത് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നിരവധി യുദ്ധങ്ങൾ നടന്നിട്ടുണ്ട്. രാജാക്കന്മാർ തമ്മിൽ യുദ്ധം നടന്നിട്ടുണ്ട്. മുസ്ലിങ്ങളായിട്ടുള്ള രാജാക്കന്മാരും അല്ലാത്തവരും തമ്മിൽ ഏറ്റുമുട്ടലുകൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതൊന്നും ഇവിടെ മതമില്ലാതാക്കാനോ ആത്മീയത നശിപ്പിക്കാനോ ആയിരുന്നില്ല. മറിച്ച് ആധിപത്യത്തിനും പണത്തിനും വേണ്ടി, സമ്പത്തിനും വേണ്ടിയിട്ടുള്ള പോരാട്ടങ്ങളായിരുന്നു. ഏതെങ്കിലും മതസമൂഹത്തെ ഇവിടെ ഇല്ലായ്മ ചെയ്യാനോ ഏതെങ്കിലും മതവിശ്വാസത്തെ ഇവിടെ ഇല്ലായ്മ ചെയ്യാനോ ആയിരുന്നില്ല. മറിച്ച് അവർക്ക് സമ്പത്ത് വേണം, അവർക്ക് ആധിപത്യം വേണം. അതിനു വേണ്ടിയിട്ടുള്ള പോരാട്ടങ്ങളാണ്. സമ്പത്താകട്ടെ ആ കാലഘട്ടത്തിൽ സൂക്ഷിച്ചിരുന്നത് ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ടാണ്. അതുകൊണ്ടാണ് ക്ഷേത്രങ്ങൾ ആക്രമിക്കുന്നത്. ക്ഷേത്രത്തിനകത്താണ് ഇത് സുരക്ഷിതമായി സൂക്ഷിക്കാനുള്ള ഇടമെന്ന് മനസ്സിലാക്കി അവർ ക്ഷേത്രങ്ങൾ ആക്രമിച്ചിരുന്നു. ക്ഷേത്രങ്ങളൊന്നും ഒരാളെ എവിടെയും തൊട്ടിട്ടില്ല എന്ന അവകാശവാദമൊന്നും ഇവിടുത്തെ മുസ്ലിങ്ങൾക്കില്ല. ക്ഷേത്രങ്ങൾ ആക്രമിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷേ അതൊരു ആരാധനാലയം എന്നുള്ള നിലക്ക് തകർക്കാനോ അതല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട വിശ്വാസത്തെ ഇല്ലായ്മ ചെയ്യാനോ ആ ജനസമൂഹത്തെ ഇവിടുന്ന് വൈപ്പ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ടോ അല്ല അത് ചെയ്തിട്ടുള്ളത്. തികച്ചും സാമ്പത്തിക മോഹങ്ങളാണ്. ഈ ഭരണാധികാരികളാകട്ടെ അല്ലെങ്കിൽ ഈ രാജാക്കന്മാരാകട്ടെ അവരിവിടെ പ്രവർത്തിച്ചത് ഇസ്ലാമിന്റെ പ്രതിനിധികളായിട്ടോ ഇസ്ലാമിക പ്രബോധനമാണോ അവർ നിർവഹിച്ചതെന്ന് ചോദിച്ചാൽ അതുമല്ല എന്ന് നമുക്ക് പറയേണ്ടി വരും. അതാണ് അതുമായി ബന്ധപ്പെട്ട കഥ. ഇത് തിരിച്ചും സംഭവിച്ചിട്ടുണ്ട്. മുസ്ലിം പള്ളികൾ ധാരാളമായി നശിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ശിവജി എന്ന് പറയുന്ന രാജാവ് നമുക്കറിയാം, ഭീവണ്ടിയിലും ഷോലാപൂരിലുമെല്ലാം എത്രയോ മസ്ജിദുകളാണ് അദ്ദേഹം തകർത്ത് തരിപ്പണമാക്കിയിട്ടുള്ളത്. സിഖ് ഭരണകർത്താക്കൾക്ക് ആധിപത്യം ഉണ്ടായിരുന്ന സമയത്ത് 100 കണക്കിന് മസ്ജിദുകൾ തകർത്തിട്ടുണ്ട് എന്ന് കൻഹിയാലാൽ കപൂർ അദ്ദേഹത്തിന്റെ ഹിസ്റ്ററി ഓഫ് ലാഹോർ എന്ന പുസ്തകത്തിൽ വളരെ കൃത്യമായി രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട്. അതുപോലെ 1947 ഇന്ത്യ ഗവൺമെന്റ് മുസ്ലിം പള്ളികൾക്ക് നേരെയുള്ള കയ്യേറ്റങ്ങളും അതിനോടുള്ള അനാദരവുകളെ കുറിച്ച് പഠിക്കാനും വേണ്ടിയിട്ട് ബാർണി എന്ന് പറയുന്ന ഒരു കമ്മീഷനെ നിയോഗിച്ചിരുന്നു. ഈ ബാർണി കമ്മീഷൻ കണ്ടെത്തിയ റിപ്പോർട്ട് 170ഓളം പള്ളി ഡൽഹിയിൽ മാത്രം ഹിന്ദു വിഭാഗങ്ങളുടെ കൈവശമോ സർക്കാരിന്റെ അധീനതയിലോ ഉണ്ട് എന്നാണ് ആ റിപ്പോർട്ട് പുറത്തു കൊണ്ടുവന്നത്. ഇതുവരെ അതൊന്നും മുസ്ലിം സമൂഹത്തിന് ലഭിച്ചിട്ടില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇതുവരെ മുസ്ലിങ്ങൾക്ക് തിരിച്ചു കിട്ടിയിട്ടില്ല അതൊന്നും. അതുപോലെ തന്നെ 1979 പശ്ചിമ ബംഗാൾ അസംബ്ലിയിൽ വച്ച ഒരു റിപ്പോർട്ടുണ്ട്. 59ഓളം പള്ളികൾ
ഹിന്ദു വിഭാഗം കയ്യേറിയിട്ടുണ്ട് എന്ന റിപ്പോർട്ടാണത്. ഇങ്ങനെ ധാരാളമായി, അതുപോലെ തന്നെ ബുദ്ധവിഹാരങ്ങളും ജൈനവിഹാരങ്ങളും ധാരാളമായി ഉണ്ടായിരുന്ന നമ്മുടെ രാജ്യത്ത് പലതും അതൊക്കെ തകർത്ത് ക്ഷേത്രങ്ങളാക്കി മാറ്റിയിട്ടുണ്ട് എന്ന കാര്യം എല്ലാവർക്കും വളരെ വ്യക്തമാണ്. ഇതൊക്കെ ഒരു വസ്തുതയാണ്. ചില ഏറ്റക്കുറച്ചിലുകളൊക്കെ ഉണ്ടാകാമെങ്കിലും പരസ്പരം ആക്രമിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതും പരസ്പരം തകർക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതും യാഥാർത്ഥ്യമാണ്. ചരിത്രപരമായ ആ യാഥാർത്ഥ്യത്തെ നാം ആരും നിരാകരിച്ചിട്ട് കാര്യമില്ല. എന്നാൽ അതുമായി ബന്ധപ്പെട്ട ആളുകൾ ഇനി അതൊക്കെ തിരിച്ചു പിടിക്കാനും അതിൻ്റെ ഒക്കെ അടിയാധാരം തേടിയിറങ്ങാനും ശ്രമിച്ചാൽ അതൊട്ടുമേ സാധ്യമല്ല എന്ന് മാത്രമല്ല, അത് നമ്മുടെ രാജ്യത്ത് കലുഷിതമായ അന്തരീക്ഷം സൃഷ്ടിക്കാൻ മാത്രമേ അതുകൊണ്ട് ഉപകാരപ്പെടുകയുള്ളൂ എന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ട് അത് സാധ്യമേ അല്ല അസംഗതി. നമ്മളൊന്ന് ആലോചിക്കണം. ഈ അടിയാധാരം തേടിയിറങ്ങി ഉള്ള ഈ പുറപ്പാട് ഈ രാജ്യത്തെ അപകടത്തിലേക്ക് നയിക്കുമെന്നറിഞ്ഞതുകൊണ്ടാണ് 1991 നരസിംഹറാവു സർക്കാർ, ഞാൻ കഴിഞ്ഞ ഹുത്തുബയിൽ ഇത് സൂചിപ്പിച്ചതാണ്, വിശദമായി പറഞ്ഞതാണ്, പ്ലേസസ് ഓഫ് വർഷിപ്പ് സ്പെഷ്യൽ പ്രൊവിഷൻ ആക്ട് 1991 എന്ന് പറഞ്ഞുകൊണ്ട് അന്നത്തെ സർക്കാർ, കോൺഗ്രസ് സർക്കാർ അന്നൊരു നിയമം ഉണ്ടാക്കിയിരുന്നു. അതുണ്ടാക്കിയതാകട്ടെ ബാബറി മസ്ജിദ് രാമജന്മഭൂമി പ്രശ്നം കത്തിക്കാളി നിൽക്കുന്ന സന്ദർഭത്തിൽ ഇത് ഈ അവസ്ഥയിൽ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ, ഇനിയും ഇതുപോലുള്ള ആരാധനാലയങ്ങൾക്ക് നേരെ അവകാശവാദം ഉന്നയിച്ചു കഴിഞ്ഞാൽ ഈ രാജ്യം അസ്വസ്ഥജനകമാകും എന്ന് കണ്ടതുകൊണ്ടാണ് ഇനി ആരും ഈ അവകാശവാദവുമായിട്ട് വരേണ്ടതില്ല, എക്സെപ്റ്റ് ബാബറി മസ്ജിദ് ഒഴിച്ചുള്ള എല്ലാറ്റിനും ഈ 91 നിയമം ബാധകമാണ്, ഇനി ആരും ആരുടെയും ആണ് എന്ന് പറഞ്ഞുകൊണ്ട് അവകാശവാദം ഉന്നയിച്ചു കൊണ്ടുവരാൻ പാടില്ല എന്ന് അതൊക്കെ സ്റ്റോപ്പ് ചെയ്തുകൊണ്ടുള്ള ഒരു നിയമം ഉണ്ടാക്കിയത് വളരെ വ്യക്തമായ നിയമമാണ്. പ്ലേസസ് ഓഫ് വർഷിപ്പ്, ആരാധനാലയ നിയമം എന്നാണ് അത് അറിയപ്പെടുന്നത്. ആ നിയമം ഈ രാജ്യത്തുള്ള നിയമമാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ രാജ്യത്ത് നിലനിൽക്കുന്ന നിയമങ്ങളും ഈ രാജ്യത്തെ കോടതികളും പരമോന്നത നീതിപീഠങ്ങളും നടത്തുന്ന വിധികളും അംഗീകരിക്കാൻ ഈ രാജ്യത്തെ ജാതി മത ഭേദമന്യേ, ഭൂരിപക്ഷ ന്യൂനപക്ഷ ഭേദമന്യേ എല്ലാവരും ബാധ്യസ്ഥരാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ടാണ് വളരെയേറെ വിഷമങ്ങൾ ഉണ്ടായിട്ടും 2019 നവംബർ മാസം 9 ബാബറി മസ്ജിദ് സുപ്രീം കോടതി ഹിന്ദു ജനവിഭാഗത്തിന് നൽകി. ഞാൻ കഴിഞ്ഞ ഖുതുബയിൽ ഞാൻ സൂചിപ്പിച്ചിരുന്നു, ഹിന്ദു സമൂഹത്തിന് നൽകി എന്ന് പറയുന്നതിനേക്കാൾ കുറച്ചുകൂടി നല്ലത് സംഘപരിവാറിന് നൽകി എന്ന് പറയുന്നതായിരിക്കും. ആത്മാർത്ഥതയുള്ള, ദൈവവിശ്വാസമുള്ള, ദൈവഭക്തിയുള്ള, രാമഭക്തിയുള്ള ഒരു ഹിന്ദുവും ഒരു മസ്ജിദ് പൊളിച്ച് അവിടെ ഒരു രാമക്ഷേത്രം കെട്ടിപ്പണിയണം എന്ന് ആഗ്രഹിക്കുന്നവരോ ആവശ്യപ്പെടുന്നവരോ ആയിരിക്കില്ല. പക്ഷേ എങ്കിലും സുപ്രീം കോടതി വസ്തുതകൾ വെച്ചുകൊണ്ടാണ് ആ വിധി നടത്തിയത് എന്ന് ലോകത്താർക്കും, നിയമ വിശാരദന്മാരായ ആർക്കും പറയാൻ കഴിയില്ല. വസ്തുതകളുടെ വെളിച്ചത്തിലാണ് സുപ്രീം കോടതി ആ വിധി, ആ വെർഡിക്റ്റ് നൽകിയിട്ടുള്ളത് എന്ന് പറയാൻ കഴിയില്ല. വെറും വിശ്വാസത്തിന്റെ പുറത്ത് മാത്രം, ഭൂരിപക്ഷത്തെ മാനിച്ചുകൊണ്ട്, പൊതുബോധത്തെ മാനിച്ചുകൊണ്ട് മാത്രം നൽകിയ ഒരു വിധി മാത്രമാണത്. പക്ഷെ എന്നിട്ടും ഇന്ത്യയിലെ മുസ്ലിം സമൂഹം ആ വിധിയെ സർവാത്മന സംയമനത്തോടുകൂടി അംഗീകരിക്കുകയാണ് ഉണ്ടായത്. ആ അംഗീകാരത്തിന്റെ ഭാഗമായിട്ടാണ് ഒരാളുടെ രക്തം പോലും ചിന്താതെ പ്രാണപ്രതിഷ്ഠ നടത്താൻ സംഘപരിവാറിന് ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്ക്, മുഖ്യ യജമാനായി പ്രധാനമന്ത്രി കാർമ്മികത്വം വഹിച്ചുകൊണ്ട് നടത്താൻ സാധിച്ചത് അതുകൊണ്ടാണ്. ഇതുപോലെ തന്നെ തിരിച്ചും മുസ്ലിം സമൂഹം അത് അംഗീകരിച്ചതുപോലെ ഹൈന്ദവ സമൂഹവും സംഘപരിവാറുമെല്ലാം മറിച്ചുള്ള ആരാധനാലയ നിയമം അംഗീകരിക്കാൻ അവരും ബാധ്യസ്ഥരാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇനി ഒരു ആരാധനാലയത്തിന് നേരെ അവകാശവാദം നമ്മൾ ഉന്നയിക്കാൻ പാടില്ല എന്ന് പറയേണ്ട ബാധ്യത ഈ ഭരണകൂടത്തിനുണ്ട്, ഇവിടത്തെ കോടതിക്കുണ്ട്, ഇവിടത്തെ ഹൈന്ദവ വിശ്വാസത്തിന്റെ ആചാര്യന്മാർക്കുണ്ട്. ഇത്തരം നെറുകേടുകളുമായി നിങ്ങൾ ഇനി മുന്നോട്ട് പോകരുത് എന്ന് പറയേണ്ട ബാധ്യത ഇവിടെ ഉണ്ട്. കാരണം അതിവിടുത്തെ ഒരു നിയമമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ആ നിയമത്തിൽ വളരെ കൃത്യമായി പറഞ്ഞു വച്ചിട്ടുണ്ട്, ഈ നിയമം ബാബറി മസ്ജിദിന് ബാധകമല്ല. അത് ഓൾറെഡി ഡിസ്പ്യൂട്ട് നിലനിൽക്കുന്ന ഒരു ആരാധനാലയമാണ്. അതുകൊണ്ട് അതിന് ബാധകമല്ല. അതിന്റെ കാര്യത്തിൽ കേസ് എന്താണോ അത് നടക്കട്ടെ, അത് മുന്നോട്ട് പോകട്ടെ. ബാക്കി ഇനി ഒരു ആരാധനാലയത്തിന്റെ പേരിലും ഈ അവകാശവാദം ഉന്നയിക്കരുത്
എന്ന് പറഞ്ഞു. എത്ര കൃത്യമാണത്, നമ്മൾ പറഞ്ഞതാണല്ലോ വിശദമായിട്ട്. അപ്പോൾ അത് ഈ രാജ്യത്തെ ജനങ്ങളോട് പറയാൻ ആർക്കൊക്കെ ബാധ്യതയുണ്ട്? ഈ രാജ്യത്തെ ഭരണകൂടത്തിന് ബാധ്യതയുണ്ട്, ഈ രാജ്യത്തെ കോടതിക്ക് ബാധ്യതയുണ്ട്, ഈ രാജ്യത്തെ മതവിശ്വാസത്തിന്, ആത്മീയതയ്ക്ക്, മതത്തിന് നേതൃത്വം കൊടുക്കുന്ന ആളുകൾക്ക് പറയാൻ ബാധ്യസ്ഥതയുണ്ട്. അതിനു പകരം കോടതി കൊണ്ടുവരുന്ന ഹർജികളൊക്കെ സ്വീകരിച്ച് ആർക്കിയോളജിക്കൽ സർവേ നടത്തി അത് നടപ്പാക്കാൻ തീരുമാനിക്കുന്ന ഒരു സാഹചര്യമാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് ഇവിടെയുള്ള നിയമങ്ങളെല്ലാം ഇവിടുത്തെ മുസ്ലിങ്ങൾക്കും ഇവിടുത്തെ മതന്യൂനപക്ഷങ്ങൾക്കും ബാധകമാണ്. ഈ നിയമങ്ങളൊന്നും സംഘപരിവാറിന് ബാധകമല്ല എന്ന് പറയുന്നത് എന്താ, ഇന്ത്യ എന്താ വല്ല വെള്ളിരിക്കപ്പെട്ടമാണോ എന്ന് നമുക്ക് ചോദിക്കേണ്ടി വരികയാണ്. ഒരു ജനസമൂഹത്തിന് എല്ലാ നിയമവും ബാധകമാണ്, അവരെല്ലാ കോടതി വിധികളും അംഗീകരിച്ചു കൊള്ളണം. ഞങ്ങൾക്ക് ഈ നിയമമൊന്നും ബാധകമല്ല, ഞങ്ങൾ എപ്പോൾ സർവ്വ നടത്തണം എന്ന് പറഞ്ഞാലും സർവ്വ നടത്തിക്കൊള്ളണം, ഞങ്ങളെപ്പോ ഉത്ഗ്രന്ഥനം നൽകണം, കുഴിച്ചു നോക്കണമെന്ന് പറഞ്ഞാലും ഉത്ഖനനം നടത്തണമെന്ന് പറഞ്ഞാലും അത് നടത്തിക്കൊള്ളണം, ഞങ്ങൾ പൂജ എപ്പോൾ നടത്തണമെന്ന് പറഞ്ഞാലും ആ പൂജ നടത്താനുള്ള അനുവാദം നൽകണം, ഞങ്ങൾ എപ്പോൾ മണികെട്ടി തൂക്കണമെന്ന് പറഞ്ഞാലും ആ മണികെട്ടി തൂക്കാനുള്ള അനുവാദം നൽകണം എന്ന് പറഞ്ഞാൽ ഇന്ത്യ ആരുടെയും സ്വന്തമല്ല. ഇന്ത്യ എന്ന് പറയുന്നത് ഇന്ത്യയിൽ ജനിച്ച് ജീവിക്കുന്ന മുഴുവൻ മനുഷ്യരുടെയും സ്വത്താണ്, പൊതു സ്വത്താണ് എന്ന് സംഘപരിവാർ അടക്കമുള്ള മുഴുവൻ ആളുകളും എല്ലാവരും മനസ്സിലാക്കണം. ഒന്നാലോചിച്ച് നോക്കൂ, ഈ കഴിഞ്ഞ ദിവസം ഈ കൊച്ചു കേരളത്തിൽ ദേശസ്നേഹം തൊട്ടു തീണ്ടാത്ത അഡ്വക്കേറ്റ് കൃഷ്ണരാജ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിജിയുടെ രക്തസാക്ഷി ദിനത്തിൽ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടു. ആരെക്കുറിച്ച്? ഗോഡ്സെയെ പ്രശംസിച്ചുകൊണ്ട് ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടു. ഗോഡ്സെ ആരാന്ന് നമുക്കറിയാം. വിചാരണ കോടതിയിൽ വെച്ച് ഗാന്ധിജി സ്വാഭാവിക മരണം ഒരു കാരണവശാലും മരിക്കരുത് എന്നെനിക്ക് നിർബന്ധമുണ്ടായിരുന്നു. ഗോഡ്സെയാണ് പറയുന്നത്. വിചാരണ കോടതിയിൽ വെച്ചിട്ട് മഹാത്മാഗാന്ധിജി ഒരു കാരണവശാലും സ്വാഭാവികമായ മരണം വരിക്കരുത് എന്ന് എനിക്ക് നിർബന്ധമുണ്ടായിരുന്നു. എന്തുകൊണ്ടെന്നാൽ ദേശവിരുദ്ധ മനോഭാവം, ചിന്തകൾ വെച്ചു പുലർത്തുന്ന ആളുകൾക്ക് എത്തരത്തിലുള്ള ശിക്ഷയാണ് കിട്ടുക എന്ന് ലോകത്തിന്റെ മുൻപിൽ കാണിച്ചു കൊടുക്കേണ്ടതുണ്ടായിരുന്നു എനിക്ക് എന്ന് പറഞ്ഞ നാഥുറാം ഗോഡ്സെ എന്ന ബ്രാഹ്മണനെ പുകഴ്ത്തിക്കൊണ്ടാണ് അഡ്വക്കേറ്റ് കൃഷ്ണരാജ് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടത്. ആ ഫേസ്ബുക്കിന്റെ താഴെ ഒരാളൊരു കമന്റ് ഇട്ടിരുന്നു. കമന്റ് ഇട്ട ആൾ അണ്ടനും അടകോടനും ചെമ്മനും ചെപ്പുകയും ഒന്നുമല്ല പോസ്റ്റ് ഇട്ടത്, മറിച്ച് ഇന്ത്യയിലെ പ്രീമിയം ലെവലിലുള്ള ഒരു വിദ്യാഭ്യാസ സ്ഥാപനമായ NIT, ആ NITയിലെ മെക്കാനിക്കൽ ഡിപ്പാർട്ട്മെന്റിലെ പ്രൊഫസർ ഡോക്ടർ ഷൈജ ആണ്ടവൻ എന്ന് പറയുന്ന സ്ത്രീ അധ്യാപിക, അവരാണ് പോസ്റ്റ് ഇട്ടത്. എന്താ അവരിട്ട പോസ്റ്റ്? പ്രൗഡ് ഓഫ് ഗോഡ്സെ ഫോർ സേവിങ് ഇന്ത്യ. ഞാൻ ഗോഡ്സെയിൽ അഭിമാനിക്കുന്നു. എന്താണ് അഭിമാനിക്കാനുള്ള കാരണം? ഫോർ സേവിങ് ഇന്ത്യ, ഇന്ത്യയെ രക്ഷിച്ചു ഗാന്ധിജിയെ കൊന്നുകൊണ്ട് എന്നർത്ഥം. ഗാന്ധിജിയെ കൊന്ന് ഇന്ത്യയെ രക്ഷിച്ച ഗോഡ്സെയിൽ ഞാൻ അഭിമാനിക്കുന്നു എന്ന്. ഏത് ഗോഡ്സെ? സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യമായി നടന്നതും ഏറ്റവും ഭീകരവുമായ തീവ്രവാദി ആക്രമണമാണ് ഇന്ത്യയുടെ രാഷ്ട്രപിതാവിന്റെ ഇടനെഞ്ചിലേക്ക് വെടിയുതിർത്ത ഗോഡ്സെ എന്ന് പറയുന്നത്. ഏറ്റവും വലിയ ആദ്യത്തെ ഭീകരാക്രമണമാണ്, തീവ്രവാദി ആക്രമണമാണ്. ദേശസ്നേഹം തൊട്ടു തീണ്ടാത്ത അയാളെ കുറിച്ചാണ് ഈ പ്രശംസയും ഈ കൊമന്റും ഒക്കെ ഉള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. എന്നിട്ട് നമ്മൾ ആലോചിക്കേണ്ടത്, ഇങ്ങനെയുള്ള ഒരാളെ കുറിച്ച് നമുക്ക് ആർക്കെങ്കിലും ഒരു വാക്ക് ഉച്ചരിക്കാൻ പറ്റുമോ? ഗോഡ്സെയെ പുകഴ്ത്തിക്കൊണ്ട് ആ സ്ഥാനത്താണ് ഐ എം പ്രൗഡ് ഓഫ് ഗോഡ്സെ ഫോർ സേവിങ് ഇന്ത്യ എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഇന്ത്യ രാജ്യത്ത്, അതും ഈ കൊച്ചു കേരളത്തിൽ, ഞാൻ പറഞ്ഞല്ലോ അണ്ടനും അടകോടനും ചെമ്മനും ചെപ്പുമൊക്കെയൊന്നുമല്ല ഈ പറയുന്നത്, ഈ ഇന്ത്യ രാജ്യത്ത് ഈ കൊച്ചു കേരളത്തിൽ ഇതുപോലുള്ള ഒരു സ്ഥാപനത്തിലെ അധ്യാപികക്ക് ഇത് പറയാൻ എവിടെ നിന്നാണ് തൻ്റെ ഇടം ഉണ്ടാകുന്നത്? എവിടെ നിന്നാണ് ആർജവം ഉണ്ടാകുന്നത്? എവിടെ നിന്നാണ് അതിന് നിർഭയത്വം ലഭിക്കുന്നത്? ഇതിന് ഉത്തരം കാണുമ്പോൾ നമുക്കറിയാൻ കഴിയും, ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം ഇന്ന് എവിടെ എത്തി നിൽക്കുന്നു എന്നതിൻ്റെ ചോദ്യത്തിൻ്റെ ഉത്തരവും കൂടിയാണത്. ഇവരെ പോലെയുള്ള ആളുകൾ ഇങ്ങനെ ഇത്രയും നിർഭയമായി, ഇത്രയും വലിയ പോസ്റ്റിലിരിക്കുന്ന ഇരുന്നു കൊണ്ട് ഇത് വിളിച്ചു പറയുക എന്ന് പറയുന്നത്. കേസെടുത്തിട്ടുണ്ട്, കേസ് എന്തൊക്കെയാവുമെന്ന് കണ്ടറിയണം. ഞാൻ പറയുന്നത്, ഇങ്ങനെ
രാജ്യദ്രോഹ വർത്തമാനം, ദേശദ്രോഹ വർത്തമാനം ഇവർ നടത്തിയിട്ട് കേരളത്തിലെയോ ഇന്ത്യയിലെയോ ഒരൊറ്റ സംഘപരിവാറിന്റെ നേതാക്കൾ ഇവരെ തള്ളി പറഞ്ഞിട്ടില്ല. നിങ്ങളൊന്ന് ആലോചിക്കണം, ഒരാൾ പോലും തള്ളി പറഞ്ഞിട്ടില്ല. അതിന്റെ പേരിൽ ഒരു പ്രൈം ടൈം ചർച്ചയും നടന്നിട്ടില്ല. ഇതൊന്നും നടന്നിട്ടില്ല. അതിനർത്ഥം എന്താണ്? സംഘപരിവാറിന്റെ ആളുകളും RSSകാരും ഷൈജ ആണ്ടവനും അവരുടെ തിങ്കിങ് ഫ്രീക്വൻസി എന്ന് പറയുന്നത് ഐഡന്റിക്കലാണ്, വെരി സെയിം ആണ് എന്നാണ് അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇവരൊക്കെ ഒരേ റേഞ്ചിലാണ്, ഒരേ വേവ് ലെങ്തിലാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവരാണ് ഇന്ത്യയിലെ മുസ്ലിങ്ങളെ ദേശസ്നേഹം ക്ലാസ് എടുക്കാൻ വേണ്ടി വരുന്നത് എന്ന് കൂടി നമ്മൾ ആലോചിക്കണം. നമ്മൾ മനസ്സിലാക്കേണ്ടത്, പ്രാണപ്രതിഷ്ഠാ ചടങ്ങ് ഇന്ത്യയുടെ പാർലമെന്റ്, ജനാധിപത്യത്തിന്റെ സാങ്ക്ടം സാങ്ക്ടോറം എന്ന് പറയുന്ന ശ്രീകോവിൽ എന്ന് വിശേഷിപ്പിക്കുന്ന ഇന്ത്യയുടെ പാർലമെന്റിന്റെ ഉദ്ഘാടനം, അതിലെ ഇന്ത്യയുടെ പാർലമെന്റിന്റെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങ് 30ഓളം വരുന്ന പുരോഹിതന്മാരെ വരുത്തി അവിടെ ഗണപതി ഹോമം നടത്തി ആ പണി ചെയ്തത്, പ്രാണപ്രതിഷ്ഠ നടത്തിയത് നമ്മൾ മനസ്സിലാക്കി. അതിനുശേഷം രാമക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠ ആത്മീയതയുടെ ശ്രീകോവിൽ എന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്ന, ഹൈന്ദവാത്മീയതയുടെ ശ്രീകോവിൽ എന്ന് വിശേഷിപ്പിക്കുന്നത് ക്ഷേത്രത്തിന്റെ ഈ പറയുന്ന ഗർഭഗൃഹത്തിലാണല്ലോ. അതിനാണല്ലോ ശ്രീകോവിൽ എന്ന് പറയുന്നത്. ആ ശ്രീകോവിലിൽ പ്രാണപ്രതിഷ്ഠ ചടങ്ങിന് മുഖ്യ യജമാനായി വന്നത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി. ഒരു വശത്ത് പാർലമെന്റിന്റെ ഉദ്ഘാടനത്തിന് 30 പുരോഹിതന്മാർ, മറുവശത്ത് അമ്പലത്തിന്റെ ഉദ്ഘാടനത്തിന്, അമ്പലത്തിന്റെ പ്രാണപ്രതിഷ്ഠയ്ക്ക് വരുന്നത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി. ഇത് രണ്ടും ചേർത്ത് വെച്ച് ചിന്തിച്ചാൽ സംഘപരിവാർ ഇന്ത്യ രാജ്യത്തിന് നൽകുന്ന ഒരു സന്ദേശമുണ്ട്. ഇനി മുതൽ മതവും രാഷ്ട്രവും രണ്ടല്ല, ഇനി മുതൽ മതവും രാഷ്ട്രവും ഒന്നാണ് എന്നാണ്. ഇവിടെ ചോദ്യം ചെയ്യപ്പെടുന്നത്, വെല്ലുവിളിക്കപ്പെടുന്നത് ഇന്ത്യയുടെ മതേതരത്വമാണ്. ഇവിടെ കശാപ്പ് ചെയ്യപ്പെടുന്നത് നമ്മൾ മനസ്സിലാക്കണം. ഒരു വശത്ത് ഇതിലൂടെ ഇന്ത്യയുടെ മതേതരത്വം കശാപ്പ് ചെയ്യപ്പെടുമ്പോൾ, മറുവശത്ത് നമ്മൾ അറിയാതെ പോകരുത്, ജനാധിപത്യവും കശാപ്പ് ചെയ്യപ്പെടുകയാണ്. അതിന്റെ ഏറ്റവും പുതിയ ഉദാഹരണം നിങ്ങൾ പത്രത്തിൽ വായിച്ചിട്ടുണ്ടാകുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. EVM, ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ എന്ന് പറയുന്ന EVM, വലിയ വിവാദങ്ങൾക്ക് ഇടവരുത്തിയിട്ടുള്ള ഒന്നാണ് EVM. അതിന്റെ ഓപ്പറേഷനും അതിന്റെ വിശ്വസ്തതയുമായി ബന്ധപ്പെട്ട വിഷയം എന്ന് പറയുന്നത്. ഈ EVM ഉണ്ടാക്കുന്നത് ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനിയാണ്. ഈ കമ്പനിയുടെ ഡയറക്ടർ ബോർഡിൽ 4 BJP നേതാക്കന്മാരെയാണ് കേന്ദ്ര ഗവൺമെന്റ് തിരികെ കയറ്റിയിട്ടുള്ളത്. നമ്മളൊന്ന് ആലോചിക്കണം. ഇന്ത്യയിൽ രാജ്യവ്യാപകമായി ഉപയോഗിക്കുന്ന EVM ഉണ്ടാക്കുന്ന കമ്പനി ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡ് ആണ്. അതിന്റെ ഡയറക്ടർ ബോർഡിൽ 4 BJPക്കാരെ തിരികെ കയറ്റിയത് കേന്ദ്ര ഗവൺമെന്റ് ആണ്. ഈ EVM എന്ന് പറയുന്ന മെഷീന്റെ സോഫ്റ്റ്വെയർ, അതിന്റെ പ്രധാനപ്പെട്ട ഭാഗമായ അതിന്റെ ചിപ്പ്, അതുപോലെ തന്നെ സീക്രട്ട് എൻക്രിപ്റ്റഡ് സോഴ്സ് അടക്കമുള്ള കാര്യങ്ങൾ വികസിപ്പിക്കുന്ന ആ സംവിധാനം ഉണ്ടാക്കുന്ന കമ്പനിയുടെ ഡയറക്ടർ ബോർഡിലാണെന്ന് നമ്മൾ ആലോചിക്കണം. എത്രത്തോളം സുതാര്യതയുണ്ടാകും ഒരു കമ്പനിയുടെ ഡയറക്ടർ ബോർഡിലുള്ള ആളുകൾക്ക്? അതിന്റെ എല്ലാ രംഗങ്ങളിലും ഇടപെടാൻ കഴിയും എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതിന്റെ എല്ലാ രംഗങ്ങളിലും ഇടപെടാൻ കഴിയും. പുതിയ വിവാദവുമായി ബന്ധപ്പെട്ട് രാജ്യത്ത് ഇതിനു മുമ്പും സാമൂഹിക അന്തരീക്ഷം ശ്രദ്ധിക്കുന്ന, രാഷ്ട്രീയ സാഹചര്യം ശ്രദ്ധിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം മനസ്സിലാകും, ഈ EVM എന്ന് പറയുന്ന സാധനം ഒരുപാട് കുറ്റാരോപിതമായ ആക്കപ്പെട്ടൊരു സാധനമാണ്. സംശയമാണ്, എങ്ങനെയാണ് ഇത്രയും ഭൂരിപക്ഷം പലർക്കും കിട്ടുന്നത് എന്ന കാര്യത്തിൽ സംശയം ഉയർന്നിരുന്നു. അതിനെ ബലപ്പെടുത്തുന്നതാണിത്. എത്രത്തോളം എന്ന് ചോദിച്ചാൽ, ഈ ഡയറക്ടർ ബോർഡിലെ ഒരാള് രാജ്കോട്ട് BJP ജില്ലാ പ്രസിഡന്റ്. ഒന്ന് ആലോചിക്കണം, നമ്മുടെ രാജ്യത്ത് തെരഞ്ഞെടുപ്പ് നടത്തുന്ന ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ഉണ്ടാക്കുന്ന കമ്പനിയുടെ ഡയറക്ടർ ബോർഡിലുള്ള ഒരാള്, 4 ആളുണ്ട്, അതിൽ ഒരാള് രാജ്കോട്ട് BJP ജില്ലാ പ്രസിഡന്റ് മൻസുഖ് ഭായ് ശ്യാംജി ഭായ് കച്ചാരിയ എന്ന് പറയുന്ന BJPയുടെ രാജ്കോട്ട് ജില്ലാ പ്രസിഡന്റാണ്. രാജ്കോട്ട് ജില്ലാ പ്രസിഡന്റ്. ഇവരെ വെച്ചുകൊണ്ട് EVM ഉണ്ടാക്കി കഴിഞ്ഞാൽ എന്തായിരിക്കും ഈ രാജ്യത്ത് നടപ്പാക്കാൻ പോവുക എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതേ ഉള്ളൂ. ഇനി ഇതിന് കൂടുതൽ ബലമേകുന്ന മറ്റൊരു സംഭവം ഈ അടുത്ത ദിവസം ഉണ്ടായി. അതായത് മറ്റെവിടെയുമല്ല, ചണ്ഡീഗഡിൽ ഒരു മേയർ ഇലക്ഷൻ നടന്നു. ആ മേയർ ഇലക്ഷനിൽ മത്സരിച്ചത് ഇന്ത്യ സഖ്യവും മറുവശത്ത് BJPയുമാണ്. BJPക്ക് 16 വോട്ടാണ് ലഭിച്ചത്. നമ്മളൊക്കെ പത്രങ്ങൾ വായിക്കുന്ന ആളുകളാണല്ലോ.
ഇതൊക്കെ നമ്മൾ അറിയണം. മുസ്ലിം സമൂഹം ഇതറിയണം. അല്ല, എല്ലാവരും ഇതറിയണം. മതേതര ജനാധിപത്യത്തോട് പ്രതിബദ്ധതയുള്ള എല്ലാവരും അറിയേണ്ട കാര്യമാണ്. നമുക്കിവിടെ അതിജീവിക്കേണ്ടതുണ്ട്. അതിജീവിക്കണമെങ്കിൽ നമ്മുടെ സറൗണ്ടിങ്സ്, നമ്മുടെ ചുറ്റുവട്ടം എങ്ങനെയാണ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്, എന്താണ് നമ്മുടെ സാമൂഹിക രാഷ്ട്രീയ സാഹചര്യം എന്ന് നമ്മൾ അറിയണം. സുന്നത്ത് നമസ്കാരത്തിന്റെ നിയമങ്ങൾ അറിയുന്നതിനേക്കാൾ കൂടുതൽ ഇന്നൊരു വിശ്വാസി അറിയേണ്ടത് ഇന്ത്യ രാജ്യത്ത് നടക്കുന്ന രാഷ്ട്രീയ ചലനങ്ങളാണ് എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതിന്റെ വിശദാംശങ്ങൾ അറിയുന്നതിനേക്കാൾ കൂടുതൽ നമ്മുടെ ചുറ്റുവട്ടത്ത് എന്താണ് നടക്കാൻ പോകുന്നത്, ഇത് നമ്മുടെ അതിജീവനത്തിന്റെ പ്രശ്നമാണ്, ഇത് നമ്മുടെ ഡിഗ്നിറ്റിയുടെ പ്രശ്നമാണ്, ഇത് നമ്മുടെ അന്തസ്സിന്റെ പ്രശ്നമാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. അതുകൊണ്ടാണ് ഇതൊക്കെ നമ്മൾ മിമ്പറൈസ് ചെയ്യുന്നത്, മിമ്പറിൽ പറയാൻ ശ്രമിക്കുന്നത് എന്നുകൂടി എൻ്റെ സഹോദരി സഹോദരന്മാർ മനസ്സിലാക്കേണ്ടതുണ്ട്. മേയർ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ എന്താ ഉണ്ടായതെന്ന് ചോദിച്ചാൽ 16 വോട്ട് BJP-കാരന് കിട്ടി, 20 വോട്ട് ആർക്ക് കിട്ടി? ഇന്ത്യ സഖ്യത്തിന് കിട്ടി. സ്വാഭാവികമായിട്ട് ആര് ജയിക്കും? ഇന്ത്യ സഖ്യത്തിൻ്റെ ആൾ ജയിക്കണം. പക്ഷെ എന്ത് നെറികേടാണ് റിട്ടേണിംഗ് ഓഫീസർ കാണിച്ചത്? അനിൽ മാസി എന്ന് പറയുന്ന റിട്ടേണിംഗ് ഓഫീസറെ നമ്മൾ വിശ്വസിക്കണമല്ലോ. അതാണല്ലോ രീതി. റിട്ടേണിംഗ് ഓഫീസറാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. ഈ ഇലക്ഷൻ നടക്കുന്നിടത്ത് CC ക്യാമറ ഉണ്ട് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം. ഈ അനിൽ മാസി എന്ന് പറയുന്ന റിട്ടേണിംഗ് ഓഫീസർ BJP-കാരനെ ജയിപ്പിക്കാൻ വേണ്ടി 20 വോട്ട് കിട്ടിയ ഇന്ത്യ സഖ്യത്തിന്റെ ആളുടെ വോട്ടിൽ നിന്ന് 8 വോട്ട് അയാൾ സ്വന്തം അസാധുവാക്കി കളഞ്ഞു, പേന കൊണ്ട് കുത്തി വരച്ച് അസാധുവാക്കി കളഞ്ഞു. അത് CC ക്യാമറയുടെ മുമ്പിലിരുന്ന് ഈ വിഷയം സുപ്രീം കോടതിയുടെ മുമ്പിൽ വരികയാണ്. സുപ്രീം കോടതി അതിനെ കുറിച്ച് പറഞ്ഞത് ഇറ്റ് ഈസ് എ മർഡർ ഓഫ് ഡെമോക്രസി എന്നാണ്. അഥവാ ഇത് ജനാധിപത്യത്തിന്റെ കശാപ്പാണിത് എന്നാണ്. മോക്കറി ഓഫ് പ്യൂരിറ്റി ഓഫ് ഇലക്ഷൻ, ഇലക്ഷന്റെ വിശ്വാസ്യതയെ പരിഹസിക്കലാണെന്നാണ് സുപ്രീം കോടതി. ഇത്ര കൂടി പറഞ്ഞു, ഹി ഷുഡ് ബി പ്രോസിക്യൂട്ടഡ്, അയാളെ വിചാരണക്ക് വിധേയമാക്കേണ്ടതാണ് എന്ന് സുപ്രീം കോടതി അതിരൂക്ഷമായി ഈ റിട്ടേണിംഗ് ഓഫീസറെ കുറിച്ച് പറയുകയാണ്. നിങ്ങളൊന്ന് ആലോചിക്കണം. CC ക്യാമറ ഇരിക്കുന്നിടത്ത്, ആളുകൾ നോക്കി നിൽക്കുന്നിടത്ത് ഒരു റിട്ടേണിംഗ് ഓഫീസർ ബാലറ്റ് പേപ്പറിൽ ഇങ്ങനെയുള്ള നെറികേടുകൾ കാണിക്കാൻ അയാൾ തൻ്റെ ഇടം കാണിക്കുന്നുവെങ്കിൽ EVM പോലുള്ള ഒരു മെഷീൻ ഉണ്ടാക്കുന്ന, രഹസ്യമായി ഉണ്ടാക്കുന്ന ആ മെഷീന്റെ ചിപ്പിലും അതിന്റെ സോഫ്റ്റ്വെയറിലും അതിന്റെ എൻക്രിപ്റ്റഡ് സോഴ്സിലുമൊക്കെ, കോഡിന്റെ സോഴ്സിലുമൊക്കെ ഏതൊക്കെ അർത്ഥത്തിൽ ഇവർ ഇടപെടും എന്ന് നമുക്ക് വിചാരിക്കാവുന്നതല്ലേ ഉള്ളൂ. ഞാൻ പറഞ്ഞു വന്നത്, ഒരു വശത്ത് മതേതരത്വം കശാപ്പ് ചെയ്യപ്പെടുമ്പോൾ മറ്റൊരു വശത്ത് ജനാധിപത്യം കശാപ്പ് ചെയ്യപ്പെടുകയാണ്. ജനാധിപത്യത്തിന് എന്ത് വിലയാണ് ഉണ്ടാവുക? സുപ്രീം കോടതി പറഞ്ഞല്ലോ, മോക്കറി ഓഫ് പ്യൂരിറ്റി ഓഫ് ഇലക്ഷൻ, തെരഞ്ഞെടുപ്പിന്റെ പവിത്രതയെ, അതിന്റെ വിശ്വാസ്യതയെ, അതിന്റെ പ്യൂരിറ്റിയെ പരിഹസിക്കലാണ് റിട്ടേണിംഗ് ഓഫീസർ ചെയ്തിട്ടുള്ളത്. ഒരു റിട്ടേണിംഗ് ഓഫീസറെ സുപ്രീം കോടതി പറയുകയാണ് അയാളെ ഹി ഷുഡ് ബി പ്രോസിക്യൂട്ടഡ്, അയാൾ കുറ്റവിചാരണക്ക് വിധേയമാകണം എന്ന് പറയുമ്പോൾ ഇത് കേവലം അവിടുത്തെ ഒരു തെരഞ്ഞെടുപ്പിന്റെ പ്രശ്നമല്ല, ഇത് ജനാധിപത്യത്തിന്റെ പ്രശ്നമാണ്, ഇന്ത്യയുടെ ജനാധിപത്യത്തിന്റെ പ്രശ്നമാണ്. ഇത് നമ്മൾ തിരിച്ചറിയേണ്ടത്. അതുകൊണ്ട് എനിക്ക് എൻ്റെ ശബ്ദം കേൾക്കുന്ന എൻ്റെ സഹോദരി സഹോദരന്മാരോട് പറയാനുള്ളത്, ഞാൻ പറഞ്ഞല്ലോ, ഇങ്ങനെ ജനാധിപത്യം മതേതരത്വത്തിൻ്റെയും കശാപ്പുശാലിയായി നമ്മുടെ രാജ്യം മാറിക്കൊണ്ടിരിക്കുമ്പോൾ ഇന്ത്യയിലെ പ്രബല ന്യൂനപക്ഷം എന്നുള്ള നിലക്ക് നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ചുള്ള ആലോചനക്കും പ്രസക്തിയുണ്ട്. ഇത് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, പുറത്തു നിന്നൊരു രക്ഷകരെ നമ്മൾ പ്രതീക്ഷിക്കുന്നതിന് അർത്ഥമില്ല. 20 കോടി മുസ്ലിങ്ങളുണ്ട് ഇന്ത്യ രാജ്യത്ത്, 140 കോടി ജനസംഖ്യയുള്ള ഇന്ത്യ രാജ്യത്ത് 20-ലേറെ കോടി മുസ്ലിം സമൂഹമുണ്ട്. അവരുടെ രക്ഷയ്ക്ക് വേണ്ടി ഇനി പുറത്തു നിന്നൊരു രക്ഷകനെ നമ്മൾ പ്രതീക്ഷിക്കുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. അതുപോലെ തന്നെ അള്ളാഹുവിന്റെ ഇടപെടലും പ്രതീക്ഷിക്കുന്നതിൽ അർത്ഥമില്ല. ഇനി അത് വിചാരിച്ചാരും ഇരിക്കേണ്ട, അള്ള ഇടപെടും. നമുക്ക് എല്ലാറ്റിനും അള്ള ഇടപെടുന്നതിനെ കുറിച്ചാണ് നമ്മൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. ഗസയിലോ അവിടെ അള്ള ഇടപെടും, ഇവിടെ അള്ള ഇടപെടും. അങ്ങനെ മൊത്തം അള്ള ഇടപെടൽ നോക്കിയാൽ നമ്മൾ നടക്കുന്നത്. അള്ളാടെ ഇടപെടലും കാത്ത് നമ്മൾ നിൽക്കേണ്ടതില്ല. എന്തുകൊണ്ടാന്ന് ചോദിച്ചാൽ 13-ാം അധ്യായം സൂറത്തുൽ റഅദിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് പോലെ, ഇന്നല്ലാഹ ലാ യുഗയ്യിറു മാ ബിഖൗമിൻ ഹത്താ യുഗയ്യിറു മാ ബിഅൻഫുസിഹിം, ഒരു ജനതയുടെ അവസ്ഥ അവർ സ്വയം മാറ്റാത്തിടത്തോളം കാലം അള്ളാഹു മാറ്റില്ല. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു കോസ് ആൻഡ് ഇഫക്റ്റ് റിലേഷൻ ഉണ്ട് ഈ ലോകത്ത്, ഈ ഭൂമിയിൽ, ഈ പ്രപഞ്ചത്തിൽ. കാര്യകാരണ ബന്ധം എന്ന് വേണമെങ്കിൽ നമുക്ക് അതിനെക്കുറിച്ച് പറയാം. കോസ് ആൻഡ് ഇഫക്റ്റ് റിലേഷൻ.
ഇതിനെ മറികടന്നിട്ടുള്ളത് മാത്രമാണ് അള്ളാഹുവിൻ്റെത്. ബാക്കിയെല്ലാം നടക്കുക ഈ കോസ് ആൻഡ് ഇഫക്റ്റ് റിലേഷൻ അനുസരിച്ചിട്ടാണ്. ഞാൻ ഗസയുമായി ബന്ധപ്പെട്ട് ഒരു ഖുത്ബ നിർവഹിച്ചപ്പോൾ ഞാനതിൻ്റെ വിശദാംശങ്ങളിലേക്ക് കടന്നു ചെന്നതാണ്. അപ്പൊ അതനുസരിച്ചാണ് ഇവിടെ നടക്കുക. അത് വിട്ടിട്ടുള്ളതാണ് അള്ളാഹുവിൻ്റെ ഇടപെടൽ. അതുവരെ നടക്കാൻ തയ്യാറില്ലാത്ത ഒരു ജനസമൂഹത്തെ, ഒരു സമുദായത്തെ എങ്ങനെയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല രക്ഷിക്കുക? അവിടം പോലും ചെല്ലാൻ നമ്മൾ സന്നദ്ധമല്ല. നമ്മൾ ഇരിക്കുന്ന ഇരിപ്പിൽ അള്ളാഹു ഇടപെട്ട് കാണിച്ചു തരണം എന്നാണ് നമ്മൾ ആവശ്യപ്പെടുന്നത്. നമ്മൾ ആഗ്രഹിക്കുന്നതും അത് തന്നെയാണ്. അതുകൊണ്ട് ഞാൻ പറയുന്നത്, നമ്മുടെ ഡെസ്റ്റിനി, നമ്മുടെ ഭാഗതയം തീരുമാനിക്കേണ്ടത് നമ്മൾ തന്നെയാണ്. പുറത്തൊരു രക്ഷകൻ നമ്മൾ പ്രതീക്ഷിക്കുന്നതിൽ അർത്ഥമില്ല. അള്ളാഹുവിൻ്റെ സഹായവും നമ്മൾ പ്രതീക്ഷിച്ച് കാത്തു നിൽക്കേണ്ടതില്ല. അത് കിട്ടിയാൽ വാങ്ങാമെന്ന് മാത്രമേ ഉള്ളൂ. ദൈവത്തിൻ്റെ സഹായങ്ങൾക്ക് അതിന് ചില നിബന്ധനകളും ചില മാനദണ്ഡങ്ങളും ഒക്കെ ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് ചെയ്യേണ്ട സംഗതി എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒന്നാമത് നമ്മൾ ആശങ്കപ്പെടേണ്ടതില്ല, നമ്മളിങ്ങനെ ഭയം കൊണ്ട് വിറക്കേണ്ടതില്ല. 20 കോടി മുസ്ലിങ്ങൾ ഇന്ത്യ രാജ്യത്തുണ്ട്. ഇവർ ഓട് വിളിച്ചു വന്നവരല്ല. ഇവർ ഇവിടെ ജനിച്ചവരാണ്, ഇവർ ഇവിടെ ജീവിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. നമ്മൾ ഇവിടെ തന്നെ മരിക്കാൻ തീരുമാനിച്ചിട്ടുള്ള ആളുകളാണ്. നമ്മുടെ രാജ്യം എന്ന് പറയുന്നത് പാകിസ്ഥാനല്ല. നമ്മുടെ രാജ്യം എന്ന് പറയുന്നത് മുഹമ്മദ് നബി ജനിച്ചതോ കഅബ ശരീഫ് ഇരിക്കുന്നതോ ആയ സൗദി അറേബ്യ അല്ല. നമ്മുടെ രാജ്യം ഈ ഭാരതമാണ്. ഈ ഭാരതം, ഇവിടെ തന്നെ നമ്മൾ ജനിച്ചവരാണ്. അതുകൊണ്ട് ഇവിടെ തന്നെ ജീവിക്കണം. ജീവിക്കാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നതിനെ കുറിച്ചാണ്. കാരണം നമ്മളാണ് നമ്മുടെ ഡെസ്റ്റിനി തീരുമാനിക്കുന്നത്, നമ്മുടെ ഭാഗതയും തീരുമാനിക്കുന്നത് നമ്മളാണ്. അതുകൊണ്ട് ഒന്നാമത് വേണ്ടത്, എല്ലാ അഭിപ്രായ വ്യത്യാസങ്ങളും മാറ്റിവെച്ചുകൊണ്ട് നമ്മൾ ഐക്യപ്പെടുകയാണ് വേണ്ടത്. അതാണ് ഞാൻ ആമുഖത്തിൽ ഓതി വച്ചത്. വഅത്തസിമു ബിഹബ്ലില്ലാഹി ജമീഅൻ ഫലാ തഫറഖു. അള്ളാഹുവിൻ്റെ പാശത്തെ ഒറ്റക്കെട്ടായി മുറുകെ പിടിക്കുക, ഭിന്നിച്ചു പോകരുത്. ഒരേ ഒരു ദൈവം, ഒരേ ഒരു പ്രവാചകൻ, ഒരേ ഒരു വേദഗ്രന്ഥം. ഈ ഒരേ ഒരു വേദഗ്രന്ഥവും ഒരേ ഒരു പ്രവാചകനും ഒരേ ഒരു പരലോകവും ഒരേ ഒരു ദൈവവും ഒക്കെ അംഗീകരിക്കുന്ന ആളുകൾ ആ ഒറ്റ അജണ്ടയിൽ മാത്രം ഐക്യപ്പെടാൻ ധാരാളം സാധ്യതകളുണ്ട്. അതിൻ്റെ മറ്റു ചില വിശദാംശങ്ങളുടെ ഇൻഷാ അല്ലാഹ് മറ്റൊരിക്കൽ നമുക്ക് പറയാം. ഈ ഒറ്റ പോയിന്റിൽ കേന്ദ്രീകരിച്ച് എല്ലാ അഭിപ്രായ വ്യത്യാസങ്ങളും മാറ്റിവെച്ചുകൊണ്ട് ഐക്യപ്പെട്ടാൽ മുസ്ലിംസ്, ഈ ഐക്യപ്പെടുക എന്ന് പറഞ്ഞാൽ ഹിന്ദുക്കൾക്കെതിരെ ഐക്യപ്പെടുക എന്നല്ല, അവരെ ഇവിടെ നിന്ന് ഇല്ലായ്മ ചെയ്യാൻ ഐക്യപ്പെടുക എന്നല്ല, നമ്മൾ നമ്മുടെ ഭാഗതയും തീരുമാനിക്കാൻ വേണ്ടി ഐക്യപ്പെടുക എന്നതാണ്. ആരെയും ശത്രുപക്ഷത്ത് നിർത്തിക്കൊണ്ട് ഐക്യപ്പെടാനല്ല. നമുക്കിവിടെ അതിജീവിക്കേണ്ടതുണ്ട്. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ, നമ്മളിവിടെ ജനിച്ചവരാണ്, ഓട് വിളിച്ചു വന്നവരല്ല, പ്ലെയിനിൽ വന്ന് ഇറങ്ങിയവരല്ല. ഇവിടെ നമ്മുടെ താഴ്വര എന്ന് പറയുന്നത് ഇവിടെയാണ്, നമ്മുടെ റൂട്ട് കോസ് ഇവിടെയാണുള്ളത്. അതുകൊണ്ട് നമുക്കിവിടെ ജീവിക്കണമെങ്കിൽ ഇന്നത്തെ ജനാധിപത്യവും മതേതരത്വവും തുറങ്കിൽ അടക്കപ്പെടുന്ന, ക്രൂരമായി കശാപ്പ് ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യത്തിൽ നമുക്കിതല്ലാതെ മറ്റൊരു മാർഗമില്ല. അതുകൊണ്ട് എല്ലാ അഭിപ്രായ വ്യത്യാസങ്ങളും മാറ്റിവെച്ചുകൊണ്ട് ഐക്യപ്പെടുക എന്നത് മാത്രമാണ് നമ്മുടെ മുമ്പിലുള്ള വഴി. പക്ഷേ ദൗർഭാഗ്യവശാൽ നമ്മുടെ പണ്ഡിത നേതൃത്വം, സമുദായ നേതൃത്വങ്ങൾക്ക് മനസ്സറിഞ്ഞുകൊണ്ട് ഐക്യപ്പെടാൻ സാധിക്കുന്നില്ല എന്നതാണ് വസ്തുത. അതുകൊണ്ട് തന്നെ ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്, ഇന്ത്യ, മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ ഭീഷണി സംഘപരിവാറല്ല. ഒരേ ഒരു ദൈവത്തിൽ വിശ്വസിക്കുന്ന, ഒരേ ഒരു അള്ളാഹുവിൽ വിശ്വസിക്കുന്ന, ഒരേ ഒരു വേദഗ്രന്ഥത്തിൽ വിശ്വസിക്കുന്ന, ഒരേ ഒരു പ്രവാചകനിൽ വിശ്വസിക്കുന്ന ഒരു ജനസമൂഹത്തിന് ഒന്നിച്ചിരിക്കാൻ അവർക്ക് നേതൃത്വം കൊടുക്കുന്ന പണ്ഡിത വര്യന്മാർക്ക് മനസ്സ് വരുന്നില്ല എന്നതാണ് മുസ്ലിം സമൂഹം അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ ഭീഷണി എന്നാണ് ഈ സാഹചര്യത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ഐക്യപ്പെടാനുള്ള അവസരം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വന്നുപോയ വീഴ്ചകൾ പടച്ചമ്പുരാൻ നമുക്ക് പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ.